ഉപകാരം മാത്രമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. വായു, ശരിയാണല്ലോ, നമുക്ക് ജീവവായു ഇല്ലേ, ഒരു സെക്കൻഡ് ജീവിക്കണമെങ്കിൽ വായു കിട്ടണം. അപ്പോൾ വായു ഉപകാരം മാത്രം ഉള്ളതല്ലേ? പക്ഷെ ഇതേ വായു ഒന്ന് ശക്തമായിട്ട് അടിച്ചു വീശിയാൽ നമ്മൾ പറയും കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നൊക്കെയാണ് പറയാം. വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ജീവജലമാണ്. പക്ഷെ ആ വെള്ളം കുറച്ച് കൂടിയാലോ ആ പ്രളയമായി. കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ ആ പ്രളയത്തിൽ അകപ്പെട്ടവരാണ് അല്ലെ? ആലോചിച്ച് നോക്കൂ. വെള്ളം ഇല്ലെങ്കിൽ വരൾച്ചയായി. എല്ലാം ഇങ്ങനെയാണ്. ഉപകാരം മാത്രമുള്ളതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഉപകാരമുള്ളതിൽ ഉപദ്രവവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. പൊതുവെ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും ഒരേ സമയത്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും മനസ്സിലാക്കണം. കണ്ണിന് കാഴ്ച ഉപകാരമാണ്, പക്ഷേ ഈ കണ്ണുകൊണ്ട് മോശമായത് കണ്ടാലോ അത് ഉപദ്രവമാണ്. ഇങ്ങനെ എല്ലാത്തിലും ഉപകാരവും ഉപദ്രവവും ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു പാഠമാണ്. ഇപ്പൊ ജീവിതത്തില് സുഖം മാത്രമില്ല, സുഖത്തിന്റെ കൂടെ ദുഃഖമുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് അല്ലെ? എല്ലാത്തിലും ഗുണമുണ്ട്, അതേപോലെ ദോഷമുണ്ട്. ഉപകാരം മാത്രമുള്ളത് എന്നൊന്ന് കണ്ടെത്താൻ കഴിയില്ല, ഉപദ്രവം മാത്രമുള്ളത് ഉണ്ടാവില്ല. അപ്പൊ അതിനാൽ വലിയൊരു പാഠമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടും.